പല്ല് പറിച്ചതിന് ശേഷം വേദന വരാനുള്ള കാരണങ്ങൾ എന്താണ്? പല്ല് പറിച്ച് പോകുന്ന പലരും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പല്ല് പറിച്ച സ്ഥലത്ത് നമ്മൾ വാ കഴുകി വൃത്തിയാക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് പറിച്ചതാണ്, അപ്പോൾ രക്തം വരികയാണെന്ന് ഓർത്ത് തുപ്പിക്കളയുക, വാ കഴുകുക, റിപ്പീറ്റഡായിട്ട് വാ കഴുകുക, ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നത് നിങ്ങൾ പല്ല് പറിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകേണ്ടുന്ന രക്തം കട്ട പിടിക്കുന്നത്, ആ രക്തം അവിടെ നിൽക്കാതെ വെറുതെ തുറന്നിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് പല്ല് വേദന പല്ലിൻ്റെ എല്ലിൻ്റെ വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ല് പറിച്ച ദിവസം ദയവ് ചെയ്ത് രക്തം തുപ്പിക്കളയാതിരിക്കുക, വാ കഴുകാതിരിക്കുക, ഈ രണ്ട് കാര്യം ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുപ്പിക്കളയുകയും വാ കഴുകുകയും ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ സോക്കറ്റ് ഡ്രൈ ആയിട്ടിരിക്കുക, അഥവാ നിങ്ങളുടെ ബ്ലഡ് അതിനകത്ത് നിന്ന് അഥവാ രക്തത്തിൻ്റെ കട്ട അതിൽ നിന്ന് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രക്തത്തിൻ്റെ കട്ട അതിനകത്ത് നിന്ന് ചാടിപ്പോയാൽ ആ ഭാഗം ഉണങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഒരു മുറിവ് വന്നിട്ട് പൊറ്റ പൊളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഏത് സമയം നിങ്ങൾ തുടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രക്തം വീണ്ടും പൊടിയാനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളത് അരമണിക്കൂർ നേരം പഞ്ഞി കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ തന്നെ വായിൽ കടിച്ചു പിടിക്കുക. അതിന് ശേഷം ആ പഞ്ഞി എടുത്തതിന് ശേഷം വായ ശക്തമായിട്ട് കുലുക്കൊഴിയുക, അതുപോലെ തന്നെ വാ കഴുകുക, ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് ആ ഒരു ദിവസത്തേക്ക് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ആ ഭാഗത്ത് കൈകൊണ്ടോ നാക്കുകൊണ്ടോ തൊട്ട് നോക്കാതിരിക്കാം. നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, കാരണം നമ്മുടെ വായിലവിടെ നടക്കുന്ന അവിടെ എന്താണ് സംഭവിച്ചത്, ഇനി അവിടെ പല്ലിരിപ്പുണ്ടോ അതോ എല്ലിൻ്റെ കഷ്ണം ഇരിപ്പുണ്ടോ, അതുപോലെ തന്നെ അവിടെ അതിനെന്താണ് ഒരു ടേസ്റ്റ്, ഇതൊക്കെ അറിയാൻ നമ്മുടെ നാക്കിനും നമ്മുടെ കൈക്കും ഭയങ്കര പിരിവിരിപ്പായിരിക്കും. ഈ പിരിവിരിപ്പ് നമ്മളുടെ അവിടെയുള്ള ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിനെ ഇളക്കി കളയാനും, അതോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുമുള്ള ആ തൊലിയുണ്ട്, ആ ഒരു ഗംസ് ഉണ്ട്, ആ ഗംസിനെ എല്ലാം ഇറിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ സഹായിക്കുള്ളൂ. ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് ചെയ്താൽ പല്ലിന് വേദന ഉണ്ടാകാൻ ആ മോണയ്ക്കും അതോടൊപ്പം തന്നെ ആ ഏരിയ എല്ലാം വേദന എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് തന്നിരിക്കുന്ന ആൻറ്റിബയോട്ടിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുളികകൾ കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഒന്ന്, കൃത്യമായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അരമണിക്കൂറിനുള്ളിൽ പഞ്ഞിയെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ഒരുമിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്താണെങ്കിലും കഴിക്കണം. എന്നാൽ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കും ആ സമയത്ത് തന്നെ കഴിക്കുക. അത് ഉച്ചയാവാനും രാവിലെ ആവാനും രാത്രി ആവാനും ഒന്നും നോക്കിയിരിക്കരുത്, അരമണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മരവിപ്പ് മാറുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വേദനയില്ലാതിരിക്കാം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അവിടെ പരട്ടുവാൻ വേണ്ടി തന്നിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ജെൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ നമ്മാക്കാൻ തന്നിരിക്കുന്ന ചില ജെല്ലുകൾ തന്നിട്ടുണ്ടാകും. അതും കൃത്യസമയത്ത് ഉപയോഗിക്കുക. ഇനി അഥവാ ഇത് വേദനയായിപ്പോയി, ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് തന്നെ ഡോക്ടറിനെ പോയി കാണിച്ച് ആ വേദന എന്തുകൊണ്ട് ഓൾറെഡി ക്ലോട്ട് ചാടിപ്പോയി, അല്ലെങ്കിൽ അവിടെ രക്തമില്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഡ്രൈ സോക്കറ്റ് ഫോം ചെയ്തിരിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഡോക്ടറിനെ തന്നെ പോയി കണ്ട് അതിനകത്ത് വെക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാക്സ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാൻ വേണ്ടിയുള്ള പാക്കുകൾ. അതിനുവേണ്ടി സാധാരണഗതിയിൽ ഡോക്ടർമാർ ഒന്നും ചാർജ് ചെയ്യാറില്ല. കൃത്യമായിട്ട് അതിനകത്ത് ഒരു പാക്ക് വെച്ച് തന്ന് അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പലതരത്തിലുള്ള പാക്കുകൾ ഇന്ന് റെഡിയാണ്. അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ചാടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ല് പറിച്ച് കഴിഞ്ഞ്, പല്ല് പറിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്, പല്ല് പറിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ അത് രക്ഷപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല്ല് പറിക്കേണ്ടി വരാം. പറിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ കൃത്യമായ ശ്രദ്ധിച്ച് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വേദനയില്ലാതെ പല്ലുകൾ എടുത്തു മാറ്റാം. വേദനയില്ലാതെ പല്ലിൻ്റെ ആ ഏരിയ ഹീൽ ചെയ്യാൻ സഹായിക്കും. ചില ആളുകൾക്ക് ഡോക്ടർമാർ പല്ല് പറിച്ചതിന് ഉടനെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഇൻഫെക്ഷനൊക്കെ എടുത്ത് കളഞ്ഞ് ഉടനെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഇത് എല്ലിൻ്റെ ഹീലിംഗ് നടക്കുമ്പോൾ എല്ലിൻ്റെ വോളിയം കുറയാതിരിക്കാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ഈ ഗ്രാഫ്റ്റ് കൃത്യമായിട്ട് ചെയ്യുകയും അത് ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ച് ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഗ്രാഫ്റ്റ് അതിനകത്ത് ഇളകി പോരുകയോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ അത് വേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർമാരോട് പറയുകയും അതോടൊപ്പം തന്നെ ഗ്രാഫ്റ്റിനെ എടുത്തു കളഞ്ഞ് ആ ഭാഗം ക്ലീൻ ചെയ്ത് അതിനകത്ത് വീണ്ടും ഹീൽ ചെയ്യാനുള്ള മറ്റൊരു തരത്തിലുള്ള ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ഇതിന് സോക്കറ്റ് റിസോൾവ് ചെയ്ത് പോകാനുള്ള സോക്കറ്റിൽ നിന്ന് ഈ പറയുന്ന ഇൻഫെക്ഷനൊക്കെ മാറിപ്പോകാനുള്ള സാധനങ്ങളെല്ലാം
ഉപയോഗിച്ച് ഇതിനെ ഫില്ല് ചെയ്ത് ശരിയാക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് ആ ഡോക്ടറിനെ തന്നെ കാണുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഡോക്ടറിനെ കാണിച്ച് നിങ്ങളുടെ വേദന മാറ്റിയെടുക്കുന്നതിന് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടും വേദന ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ പോയി കാണുന്നത് വളരെ നന്നായിരിക്കും. എന്നാൽ ഇമ്പാക്ഷൻ പോലുള്ള മേജർ സർജറിയൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വേദന മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പല ഡോക്ടർ ഇതുപോലെ ഫലപ്രദമായിട്ടും നിങ്ങൾക്ക് പല്ലിൻ്റെ വേദന, പല്ലിൻ്റെ ചികിത്സ, പല്ലിൻ്റെ എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാം, പല്ലുകളെ എങ്ങനെ വേദനയില്ലാതെയും ആരോഗ്യത്തോടെ നിലനിർത്താം, ഇതെല്ലാം അറിയാൻ പല്ല് ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പല്ലിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കും. ഞാൻ പല്ല് ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.